എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2025 ജാം എക്സാമില് കെമിസ്ട്രിയില് 612 റാങ്ക് ട്രിസിൽ നിന്ന് നേടിയിട്ടുള്ള അത്താവു ആണ്. കുറച്ചു കാലമായിട്ട് ട്രിസിന്റെ കൂടെ ഉള്ള ആളാണ്. അപ്പൊ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ജാം നേടിയെടുത്തതെന്നും എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള മുതലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇപ്പൊ IIT ജാമില് 612 റാങ്ക് കിട്ടിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഈ ഇന്റർവ്യൂ കേൾക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ആദ്യം അറിയേണ്ടി വരാം, നമുക്ക് ആ ഒരു IITian ആവാൻ പോകുന്നു അല്ലെങ്കിൽ കുറെ കാലം ലോങ് ടേം ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്തപ്പോ എന്തായിരുന്നു തോന്നിയിട്ടുള്ളത് റിസൾട്ട് വന്ന ആ ഒരു ദിവസം? റിസൾട്ട് വരുമ്പോ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മള് റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോ എനിക്ക് ഏകദേശം ഒരു മാർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ റാങ്ക് നമുക്ക് അത്ര പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. ആ 0.3 ആണെങ്കിൽ നല്ല ഡിഫറൻസ് വരും. അപ്പൊ എന്റെ കൂടെ അല്ല ഇവനും ഒരു സഞ്ജീവൊക്കെ ഉണ്ടായിരുന്നു. അവനക്ക് തന്നെ എനിക്ക് 0.3 മാർക്കിന് ഡിഫറൻസ് കൊണ്ട് റാങ്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഓ അപ്പൊ നമ്മള് പിന്നെ കുറച്ച് നമ്മളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു. പിന്നെ ആ ലാസ്റ്റ് സമയത്ത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പതറിക്കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടും കാര്യമില്ല, അതൊക്കെ പാത്തിലാവും. കാരണം അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ ലാസ്റ്റ് സമയത്ത് വരെ നമ്മള് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രമാത്രം ടെൻഷൻ ഇല്ലാണ്ടും കൂടെ നിക്കണം എന്നാണ് ഇയാള് പറയുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമ്മളിപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ചിലപ്പോൾ പഠിക്കാത്ത ക്വസ്റ്റ്യനെ വരിക. എനിക്കൊക്കെ വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഞാൻ പഠിക്കാത്ത പോർഷൻ എന്നാ വരുന്നത്. നമ്മള് അതിന്റെ ശേഷം ചിലപ്പോൾ പഠിക്കാത്ത വരാം. അത് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് ഈസിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞു പോകും. നമ്മളെപ്പോഴും ജീവിതത്തിലാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇനി ജാം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടഫായി എന്ന് വിചാരിച്ച് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാത്തതൊന്നും ആവില്ല. ആദ്യം അത്താവ് പറഞ്ഞതുപോലെ നമുക്ക് അറിയുന്നത് എന്താണോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് എവിടെയാ ഉള്ളതെന്ന് ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യുക. അറിയുന്നത് എഴുതി പിന്നെ അറിയാത്തത് നിങ്ങൾ എന്താക്കാൻ ചെയ്യുക, ശ്രമിക്കാൻ നോക്കുക, നടക്കുവോ ഇല്ലേ എന്നുള്ളത് പോലെ. അന്ന് റിസൾട്ട് വന്ന അന്ന് എന്നിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. കാരണം ഇനി ഇനി ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു IITian ആവുകയാണ്. ഇന്നലത്തോടു കൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യാൻ ചിലപ്പം ഇന്റർവ്യൂവർ ആയിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനൊരു ദിവസം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ, ഇങ്ങനൊരു ഇന്റർവ്യൂ ട്രിസിന്റെ ചാനലിൽ വരികയാണ് ഇയാളുടേത് എന്നുള്ള പോലെ? അങ്ങനൊന്നുമില്ല, നമ്മളിങ്ങനെ പഠിച്ചങ്ങനെ ഫ്ലോയിലർ പോകും. പ്രത്യേകിച്ച് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെന്തായാലും ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പോലെ. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കുമ്പോൾ നല്ല സ്ഥാപനത്തിൽ പഠിക്കണം. അതുകൊണ്ട് ഇതിന് മെനക്കെട്ടിരുന്നതാ. നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പഠിക്കുമ്പം അത് നല്ലൊരു സ്ഥാപനത്തിലാവുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള എഫേർട്ടുകളും നമ്മൾ ഇടേണ്ടതുണ്ട്. ഇയാളുടെ ഒരു ജേണി പറയുമ്പം ജാം എക്സാം ആണ് അല്ലെങ്കിൽ നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് IIT ആണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ ആദ്യമായിട്ട് തീരുമാനിച്ചത് എപ്പോഴായിരിക്കും? അതായത് ഇപ്പൊ ജാം ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, എങ്ങനെ പഠിക്കാം? ഇയാളുടെ ഡിഗ്രി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ കേരളത്തിന്റെ ഉള്ളിൽ ഡിഗ്രി തന്നെയുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നോ? ഞാൻ തമിഴ്നാട്ടിലാ പഠിച്ചത്. ഞാൻ തിരുച്ചിറപ്പള്ളി എന്ന് പറയും. അവിടെ ഓക്കെ. ജമാൽ മുഹമ്മദ് കോളേജിലാ പഠിച്ചിരുന്നത്. അപ്പോ ഞാൻ 2 കൊല്ലം പെരയിൽ തന്നെയായിരുന്നു. ഞാൻ ലോക്ക്ഡൌൺ സമയത്താണ് ജോയിൻ ചെയ്തത്. 2020 ജോയിൻ ചെയ്തത്. അപ്പോ നമുക്ക് ലോക്ക്ഡൌൺ സമയമായിരുന്നു. പെരയിൽ തന്നെയാണ് ഫുള്ള എക്സാം ആയാലും പ്രാക്ടിക്കൽ എക്സാം അടക്കം നമുക്ക് ഓൺലൈനിലാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് 1 വർഷം മാത്രമാണ് പ്രോപ്പറായിട്ട് കോളേജിൽ പോയിരുന്നത്. കാരണം നമ്മൾ ആ 2 വർഷം കോളേജിൽ പോകാത്തതിന്റെ ഇതിന്റെ കോൺസിക്വൻസസ് നല്ല ഉണ്ടാവും. കാരണം കോളേജിൽ നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് സബ്ജക്ട് നോളജ് കുറച്ചെങ്കിലും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ എനിക്ക് നല്ല ടൈം കൺസ്യൂം ആയിരുന്നു. കാരണം 2 വർഷം പെരയിൽ തന്നെ ഇരുന്നോണ്ട് അങ്ങനത്തെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിന് നമുക്ക് ഫണ്ടമെന്റൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സുഖമായ ജാം ക്വാളിഫൈ ചെയ്യാം. എത്ര ടഫില്ല എക്സാം ഒന്നല്ല ജാം, നമ്മളെ ആ വിചാരിച്ചിട്ട് അങ്ങനെ ടഫ് ആക്കുന്നതാണ്. അപ്പൊ എല്ലാരും ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം, അതായത് IIT ആണ്. ഇപ്പൊ ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോസിലാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ IIT ജാം എന്നുള്ളത് അവരെല്ലാവരും ഒരു JEE അഡ്വാൻസ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പഠിച്ചിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് IIT, നമുക്കൊക്കെ കിട്ടുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇപ്പോ നമ്മളുടെ മുന്നിലുള്ള 612 റാങ്ക് നേടിയ ആളും നിങ്ങളോട് പറയുകയാണ്,
IIT ജാം ഒരു വലിയ കടമ്പയൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായ നോളജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അറിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് അത്താവും പറയുന്നത്. അപ്പം ഈവൻ അത് നമുക്ക് എല്ലാ BSc നമ്മൾ ഡയറക്റ്റ് ആയിട്ടും അധികം ആൾക്കാരും ചില ആൾക്കാര് പഠിച്ചിട്ടുണ്ടാവില്ല. ആ എവിടുന്നെങ്കിലൊക്കെ വായിച്ചു പോയിട്ട് ഓല് ചിലപ്പം ക്വാളിഫൈ ചെയ്യും. പക്ഷെ നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിച്ചിട്ടും നമ്മളെ ലാസ്റ്റ് സമയത്തിനെ കൊണ്ട് നമുക്ക് ക്വാളിഫൈ കൂടി ചെയ്യാൻ പറ്റാത്തതാണ്. ടെൻഷനും അത് കൂടെ അതിലൊരു ഫാക്ടറാണ്. നമുക്ക് കുറച്ച് നമ്മള് എന്തായാലും പഠിച്ചത് എന്തായാലും 100% വരുമെന്ന് ഉറപ്പാണ്. ഉം. ഞാൻ ഇപ്പൊ പഠിച്ചതിൽ കുറെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മള് അതിലൊരു വിശ്വാസം വേണം. നമ്മള് കുറെ പഠിച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കും. ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് പോയിട്ട് കൊളാക്കി കഴിഞ്ഞാൽ ഒരു വർഷം അങ്ങനെ നമുക്കൊന്നും ഇല്ലാതാവും. അപ്പൊ ഇയാളുടെ ഒരു അഭിപ്രായത്തിൽ നമുക്കിപ്പം BSc ഇപ്പം ആദ്യം മുതലേ ഫണ്ടമെന്റലും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് പഠിച്ചു വരുന്ന കുട്ടിയാണെങ്കിൽ റിപ്പീറ്റ് ഇല്ലാണ്ട് ജാം ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അതുറപ്പാണ്. കാരണം ഫണ്ടമെന്റൽസ് ജാം പറഞ്ഞാല് കുറച്ച് അഡ്വാൻസ് എന്നാണ്. നമ്മളെ +2 ലെവൽ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റൽസ് ഒക്കെ ഏകദേശം കിട്ടും. കാരണം നമുക്ക് കോളേജിൽ എന്ന് പറഞ്ഞാല് കോളേജിൽ കുറെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഒരു ദിവസം 1 മണിക്കൂർ പോലെ ഒരു +2 ബുക്ക് വായിച്ചാൽ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ. നമുക്ക് സാഹചര്യങ്ങളുണ്ട് ഇപ്പോ. പഴയ കാലത്ത് മാതിരിയല്ല. എല്ലാത്തിനും ഓൺലൈനിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് യൂട്ടിലൈസ് ചെയ്താൽ മതി. ഒരുപാട് ആക്സസിബിൾ ആയിട്ടുള്ള സോഴ്സുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ ഇയാളുടെ വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി 1 അവർ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് IIT-കളിലേക്കൊക്കെ എത്താൻ സാധിക്കും. നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറയുന്നത് ഓൾറെഡി ജാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആദ്യമായിട്ട് ജാം എക്സാം എഴുതുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരുന്നോ വന്നത്? അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ജാം എന്നുള്ളത് കേട്ടിട്ടുള്ളത്? എങ്ങനെ ട്രിസിലേക്ക് എത്തി? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഡിഗ്രി ചേർന്നപ്പോ തന്നെ എനിക്ക് ആ കോളേജിൽ നിന്ന് വേറെ മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എൻട്രൻസിന് അന്നൊരു ദിവസം എന്റെ റൂമിലേക്ക് ഞാൻ പഠിക്കുന്ന റൂം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് IIT ഹൈദരാബാദിൽ നിന്ന് പഠിക്കുന്ന ഒരാള് എന്റെ റൂമിലേക്ക് വന്ന്. അപ്പൊ മൂപ്പരത്തിന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ എക്സാം ഉണ്ട്. അങ്ങനെ ഞാൻ എക്സാമിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ 2023 തൊട്ടിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനായിട്ട് മെനക്കെട്ടിരിക്കണമെന്ന് പറഞ്ഞിരുന്നതാ. പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് അപ്പോ ഇതേമാതിരി പൊട്ടത്തരം കാട്ടിട്ട് ക്വാളിഫൈയും കൂടി ആവാതെ അങ്ങനെയായി. അപ്പോ ഇനിയൊരു വട്ടം ചെയ്യുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ആ പ്ലാനോട് ഞാൻ കറക്റ്റ് ആയിട്ട് ഇരുന്നതാ. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാനുള്ള ആൾക്കാർക്കും കൂടെ ഉള്ള ഒരു പോയിന്റ് ആണ് ആ പറഞ്ഞത്. ഈവൻ ജാം ആണെങ്കിലും CUET ആണെങ്കിലും നിങ്ങൾ ഏത് എക്സാം എഴുതുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതിനേക്കാളും നിങ്ങൾ എങ്ങനെ ആ ദിവസം പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ മാറ്റർ ആവും. അപ്പൊ ഇയാളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും അന്നത്തെ ആ ടെൻഷൻ കാരണം, അല്ലെങ്കിൽ എന്താവും എന്നുള്ള ആ ഒരു വേവലാതി കാരണം ശരിക്കും എക്സാം എഴുതാണ്ടായിപ്പോയ അനുഭവവും ഈ അത്താവിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് ഒരേ ആളും തന്നെ അയാളുടെ ഫെയിലിയറിനെ എങ്ങനെ സക്സസ് ആക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ശരിക്കും എന്താ പറയാ, ഒരു ഇൻസ്പിറേഷണൽ ആയിട്ട് സെയിം അതേ ആൾക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം കംബാക്കിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ. ഡെയിലി എത്ര മണിക്കൂർ ടൈം ടേബിൾ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ വീക്ക്ലി റിവിഷൻസ് ആണോ, എന്താണ് കൂടുതൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാന് ഞാൻ ഇപ്പോ ഡെയിലി ക്ലാസ്സസ് നമ്മൾക്കിപ്പോ ട്രിസിലുള്ള ക്ലാസ്സസ് ഡെയിലി അങ്ങനെ കേൾക്കും. ഉം പിന്നെ നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. ടെസ്റ്റിന് തലേദിവസം നമുക്ക് ഒരു പ്രോബ്ലം സെറ്റ് അവർ തരും. ഉം ട്രിസിന്ന് തരും. അത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തും അതിൽ ചിലപ്പോൾ മാർക്ക് കുറയും. പിന്നെ അടുത്ത ടെസ്റ്റ് ചെയ്തും അങ്ങനെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് തന്നെ എഴുതിക്കൊണ്ടിരിക്കണം. നമ്മളെ നോട്ട് തന്നെ വായിച്ചുകൊണ്ടിരുന്നാല് ഈ എക്സാമിലേക്ക് എങ്ങനെ എഴുതണം എന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്തായാലും 100% പഠിച്ചത് മറക്കും. പിന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഇന്ന് ഞാൻ ഉണർന്ന് എണീറ്റ് ഓക്കെ ഞാൻ എല്ലാം പഠിച്ച് നാളെ പോയി എഴുതാൻ കഴിയുന്ന ഒരു സാധനമല്ല. നമ്മൾ അല്ലെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോരോ കൺസെപ്റ്റുകളായി പഠിച്ച് ഒരു എക്സാം എഴുതി അതിൽ കുറെ പ്രശ്നങ്ങൾ വരുത്തി. ചില ആളുകളുണ്ട്, ഞാൻ കുറച്ച് സമയം എടുക്കുകയാണ്, അതായത് എക്സാമുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആൾക്കാർ. പണ്ട് ഞാനാണെങ്കിലും എക്സാം എന്നാണെന്ന് പറയുമ്പോൾ എനിക്കൊരു എവിടുന്നാന്നില്ലാത്ത പനി വരുമായിരുന്നു. അപ്പോ പിന്നെ പിന്നെ എനിക്കും മനസ്സിലായ ഒരു കാര്യമാണത്. അതായത് ഞാൻ എക്സാമുകൾ എത്ര എഴുതാണ്ടെന്നു എന്നുള്ളതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും എന്നിട്ട് എന്റെ പേരൻസിനോടും പറയും,
ഈ എക്സാം ഞാൻ എഴുതില്ലെങ്കിലും ഫൈനൽ എക്സാം ഞാൻ അടിപൊളിയായിട്ട് എഴുതും, അല്ലെങ്കിൽ മിഡ് സെമ്മുകളോ ക്ലാസ് ടെസ്റ്റുകളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പോലെയൊക്കെ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്, നമ്മൾ എത്ര എക്സാം വിടുന്നു എന്നുള്ളൊരു കാര്യമില്ല. നിങ്ങൾ തോൽവി അറിഞ്ഞ് തന്നെ എന്താക്കണം, പഠിക്കണം. കാരണം ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങളുടെ അടുത്ത ഫെബ്രുവരി എക്സാം, അതായത് ജാം എക്സാമിന് ഈ ക്ലാസ് ടെസ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ വന്നാൽ ആ തെറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം തെറ്റിക്കുന്നോ അത്രയും കൺസെപ്റ്റുകൾ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇയാൾക്കും. എനിക്ക് അങ്ങനെയാണ്. അധികം തെറ്റുന്ന സമയത്താണ് കുറച്ചുകൂടി മൈൻഡിലേക്ക് കേറുക. ആ നമ്മളിപ്പോ പഠിച്ച് പിന്നെയും 1 മണിക്കൂർ, ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ മറന്നിട്ടുണ്ടാവും. പക്ഷെ തെറ്റിക്കഴിഞ്ഞാല് എഗെയിൻ നമുക്ക് അത് മനസ്സിലേക്ക് പിന്നെയും പതിഞ്ഞു പോകും. ഒരുപാട് ആളുകൾ എനിക്കും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഒരുപാട് തിയറി പഠിക്കുന്നുണ്ട് മിസ്സേ, അല്ലെങ്കിൽ ഒരുപാട് തിയറി വായിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കണ്ടമാനം കേൾക്കുന്നുണ്ട്, ഈവൻ ട്രിസിലെ ക്ലാസ്സുകളും എല്ലാം ഒന്നിച്ച് ക്ലാസ്സുകൾ മുഴുവൻ ഞങ്ങൾ കണ്ടു തീർക്കുന്നുണ്ട്. പക്ഷെ എക്സാമിന് മാർക്ക് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മറന്നു പോകുന്നു എന്നുള്ള പോലത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഓർത്തെടുക്കാൻ വേണ്ടി? നമ്മൾ എന്തായാലും റോബോട്ട്സ് അല്ല, AI അല്ല, നമുക്ക് മറവികൾ സ്വാഭാവികമാണ്. എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാന്ന് തോന്നുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞാല് ഇപ്പൊ ഞാൻ എഗെയിൻ നമുക്കിപ്പോ ഓരോരോ നമുക്ക് മൊഡ്യൂൾ ഇങ്ങനെ തീർന്നു പോകുന്നുണ്ട്. നമുക്ക് മൊത്തം 30 മൊഡ്യൂൾസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മൊഡ്യൂൾസ് അങ്ങനെ ട്രിസ്ന്ന് ക്ലാസ് എടുത്ത് അങ്ങനെ പോകും. ടെസ്റ്റ് അതിന്റെ ബാക്കിൽ നടക്കും. നമ്മൾ അതേ സമയം ബാക്കിൽ നമ്മൾ ഇത് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാതെ മറ്റേ ടോപ്പിക്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താല് ബാക്കിലെ ടോപ്പിക്സ് ഒക്കെ മറക്കും. പിന്നെ ലാസ്റ്റ്ക്ക് ആവുമ്പോ നമുക്ക് ബേർഡൻ ആയിട്ട് വരും. ലാസ്റ്റ് കുറേ പഠിക്കാണ്ടാവും, തലേക്ക് കയറൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മള് പഠിക്കുന്ന സമയത്ത് പിന്നെയും അതിന് കോപ്പപ്പ് ചെയ്ത് ബാക്കിലൂടെ ചെയ്തുകൊണ്ടേ വരണം ക്ലാസ്സിന്റെ കൂടെ തന്നെ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് വീണ്ടും വീണ്ടും, നമ്മൾ പറയില്ലേ, എത്രത്തോളം നമ്മൾ മിനുക്കുന്നോ അത്രത്തോളം വീണ്ടും വീണ്ടും മിനുങ്ങുന്നതാണ് പല സാധനങ്ങളും. നമ്മൾ പൊതുവെ സിനിമയിലൊക്കെ മമ്മൂട്ടിനെ പറ്റി പറയുന്നതാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ തെറ്റിക്കുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അത് പിന്നെയും വായിച്ച് പിന്നെയും എക്സാമുകൾ എഴുതുന്നോ അത്രത്തോളം നിങ്ങളുടെ മാർക്കുകൾ കൂടുകയാണ് ചെയ്യുക. കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു എക്സാം എഴുതുന്നു, ഒരു ക്വസ്റ്റ്യൻ തെറ്റുന്ന സമയത്ത് ആ ചാപ്റ്ററിന്റെ നോട്ട് എടുത്ത് നിങ്ങൾ വെച്ചിട്ട് എന്താണ് എനിക്ക് തെറ്റിയിട്ടുള്ളത്, ഏത് പാർട്ടാണ് ഞാൻ മറന്നുപോയത്, ഏതാണ് ഞാൻ വിട്ടത് എന്നൊക്കെ കണക്കാക്കി ഒരു ഇക്വേഷൻ നോട്ടുകളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി, ഓരോരുത്തർക്കും ഓരോരോ ഐഡിയാസ് ആണ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അപ്പൊ സെൽഫ് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് തന്നെ മടുപ്പിക്കാതെ ഇഷ്ടത്തോടു കൂടി പഠിക്കാം. അതാണ് ഇയാളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയും പഠിക്കുമ്പോൾ മടുപ്പ് വരില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താ തോന്നാറുള്ളത്, എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിലുണ്ട് എന്നാണോ? മടുപ്പൊക്കെ എന്തായാലും വരും. ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോ ഒരു ഫ്ലോയില് പോകും. പാതിയിലാവുമ്പോ കുറെ മടുക്കും. ക്ലാസ് അങ്ങനെ നടക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ഇരുന്ന് അതിമ്മെ കുത്തിരുന്ന് നോക്കലുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് വിട്ട് കഴിഞ്ഞാല് ഇപ്പൊ ഫുള്ളായിട്ട് കുറച്ച് നമ്മൾ ക്ലാസ് വിട്ട് കഴിഞ്ഞാല് നമുക്ക് കുറെ ക്ലാസ് ബെൻഡിങ് ആയിക്കൊണ്ട് നിന്നുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ്ക്ക് നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും തീരൂല. ഇതിന്റെ ഒരു പ്രശ്നമാണ് നമുക്ക്. കാരണം മൊഡ്യൂൾസ് കൂടുതലാണ്, 30 മൊഡ്യൂൾസ് നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോയാൽ തന്നെ ഉള്ളൂ ലാസ്റ്റ്ക്ക് ആകുമ്പോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ റിവിഷൻ ചെയ്യാം, അതിന്റെ ബാക്കി തന്നെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഇത് മാത്രം പെരയിൽ പഠിക്കുന്ന മാത്രം ചെയ്തുകൊണ്ട് നിന്നാലും നമുക്ക് നല്ല പ്രശ്നം വരും, പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താ ഞാൻ അധികം ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തപ്പോ പെരയിൽ വെറുതെ കുത്തിരുന്ന് ഫുള്ള പഠിക്കലായിരുന്നു പരിപാടി. കുഞ്ഞൊരു വട്ടം ചെയ്യുമ്പോ നമ്മൾ ഏറ്റവും മൈൻഡ് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കണം. ഇപ്പൊ കല്യാണം ഉണ്ടാവും, ഫെസ്റ്റിവൽസ് ഉണ്ടാവും, അതിനൊക്കെ ഇടക്കിടക്ക് പോകും. അപ്പൊ നമുക്ക് എല്ലാരും ചോദിക്കും എന്താ അടുത്ത പരിപാടി, ഡിഗ്രി കഴിഞ്ഞില്ലേ, PG ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ ജാമിന് പഠിക്കണം. സാർ അന്ന് ഒരു ദിവസം ഫവാസ് സാർ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു കുട്ടീനെ ഇന്റർവ്യൂവിനെ കണ്ട സമയത്ത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു നടക്കല്ലേ ജാമിന് പഠിക്കാന്ന്. അപ്പൊ നമുക്ക് തോന്നും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലേന്ന്. ഞാൻ പറയും ഞാൻ എല്ലായിടത്തും പറഞ്ഞു, ഇനി പറയാത്തടത്ത് ആരുമില്ല. ഞാൻ അങ്ങനെ നമുക്ക് കിട്ടുകയോ കിട്ടൂലെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യാം, ബാക്കി നടക്കും. ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും എല്ലാവർക്കും വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും ജീവിതത്തിലാണെങ്കിലും നമുക്ക് ഇല്ലാത്തത് ആ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ മാക്സിമം 100% നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാല്
ഒരു വിശ്വാസമാണ്. അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റിസൾട്ടിൽ എത്തും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളും എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരോടും പറഞ്ഞു നടന്നത് ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ആളാണ്. ഞാൻ ജാമിന് പിന്നെയും പ്രിപ്പയർ ചെയ്യാണ്. ഇനി കയ്യേറ്റിൽ എത്തണം. അതേ സാധനം അയാളുടെ മൈൻഡ് തന്നെ വർക്കാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം പറയുമ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, കളിയാക്കിയിട്ടുണ്ടാവും. ഓ പിന്നെയും പിന്നെയും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, വേറെ പണിക്കൊന്നും പോയിക്കൂടെ എന്നൊക്കെ. പക്ഷെ ആ ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തും. അത് ആൽക്കെമിസ്റ്റിൽ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മുഴുവൻ അതിനും വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അപ്പം പഠിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാതെ പഠിക്കുകയല്ല എന്നുള്ളത് നിങ്ങളോട് ഓൾറെഡി ടോപ്പർ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്തുകൊണ്ട് എന്നാൽ അതിന്റെ കൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പഠിച്ചു മുന്നേറാണ് വേണ്ടത്. ഇപ്പൊ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പതിയെ പതിയെ നമ്മൾ എന്താക്കി തുടങ്ങും, നമ്മളുടെ മൈൻഡ് ഇതേ റീപ്രോഗ്രാമിംഗ് നടന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും എങ്ങനെ നമുക്ക് വിജയിക്കാം എന്നുള്ള കാര്യം. അപ്പം ട്രിസ്സിലെ വീഡിയോ കാർഡ്സ് ആണെങ്കിലും അതിപ്പോ 2 വർഷമായിട്ട് ട്രിസ്സിന്റെ കൂടെയുള്ള യാത്രയായപ്പം ട്രിസ്സിലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്പൊ വീഡിയോ കാർഡ്സ്, എക്സാംസ്, ഈവൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ കാർഡ് കഴിഞ്ഞാലും ക്വിസുകൾ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? നമ്മള് മൊത്തം കൊറേ എക്സാംസ് എഴുതിയിരുന്നല്ലോ. നമുക്ക് ലാസ്റ്റ് ആകുമ്പോ ബണ്ടിൽ ഓഫ് എക്സാംസ് കൊറേ അങ്ങനെ തന്നുകൊണ്ടിരുന്നിരുന്നു. എക്സാംസ് പറയുമ്പോ നമുക്ക് നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വരില്ല അതില്. അങ്ങനെയൊക്കെ കാരണം നമുക്ക് കുറെ റെഫറൻസ് ബുക്ക് നോക്കിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. കാരണം അധികം IIT എക്സാം നടത്തുന്നവരും റെഫറൻസ് ബുക്ക് നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് എന്താ ഇടുക. അതുകൊണ്ട് അധികം റെഫറൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മൾ പഠിച്ചതിന്ന് കുറച്ചൊക്കെ വരും. പക്ഷെ നമ്മൾ എല്ലാം പഠിച്ചിട്ടുള്ള എക്സാം എഴുതാന്ന് പറഞ്ഞാൽ നിൽക്കരുത്. നമ്മൾ എത്ര പഠിച്ചാലും കുറച്ച് പഠിക്കാത്ത എന്തായാലും വരും. അതുകൊണ്ട് ഇപ്പൊ മാർക്ക് കുറയും. പിന്നെ നമ്മള് അടുത്ത എക്സാമിൽ കുറച്ചും കൂടി നോക്കിയിട്ട് എഴുതാം. എനിക്ക് കുറെ എക്സാമിൽ നല്ല മാർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത എക്സാമിൽ എഴുതും, ചിലപ്പോ അതിലും കുറയും. അങ്ങനെ നമ്മള് കുറച്ച് ലാസ്റ്റ് വരെ നമുക്ക് കോൺഫിഡൻസ് പോവാത്ത രീതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. എന്നാലേ ഉള്ളൂ ലാസ്റ്റ് എക്സാം ചിലപ്പോ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആൾക്ക് ജാം എക്സാമിൽ നല്ല മാർക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് മാർക്കിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളുടെ പ്രവൃത്തി, നമുക്കുള്ള ജോലി എന്താന്ന് വെച്ചാൽ പഠിക്കലാണ്, എക്സാം എഴുതലാണ്, അല്ലെങ്കിൽ മാർക്ക് എന്നുള്ളതൊന്നും നോക്കാതെ നമ്മൾ നമ്മളുടെ ജോബ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ എക്സാമിന് പൊതുവെ ഞാനാണെങ്കിലും കുറെ മുന്നേ കേട്ടോണ്ടിരുന്ന ഒരു സാധനമാണ്, നമുക്ക് ഫിസിക്കലും ഇനോർഗാനിക്കും നല്ലോണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാം ക്വാളിഫൈ ആവാം എന്നൊരു സാധനം ഉണ്ട്. അതിന്റെ ഒപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അത്താവുന് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഓർഗാനിക് ആണ് എന്നുള്ളത്. അപ്പൊ ഓർഗാനിക്കിന്റെ ആ ഒരു പൊതുവെ ഓർഗാനിക് എല്ലാവരും കേൾക്കുമ്പോൾ കുറച്ച് പേടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഓ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ള ഒരു സെഷനാണ്. അപ്പൊ എങ്ങനെയാണ് ഓർഗാനിക് പഠിക്കാൻ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചെടുത്തിട്ടുള്ളത്? എനിക്ക് ഫിസിക്കലി അത്യാവശ്യം ചെയ്താൽ ഞാൻ തീരെ കിട്ടില്ല, കുറെ മിസ്റ്റേക്സ് വരും. മാത്സിന് ചില മാത്സിന് കുറച്ച് ഫണ്ടമെന്റൽസ് കുറവായതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നല്ല ഓർഗാനിക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തു. ഓർഗാനിക് നമുക്ക് ട്രിസ്സിൽ നിന്ന് എടുക്കുന്ന സാർ നല്ല ഫണ്ടമെന്റൽസ് നമുക്ക് എടുത്തു തരും. ആൾറെഡി ഫണ്ടമെന്റൽസിനാണ് എടുത്തു തരുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് +2 ബുക്ക് വെറുതെ വായിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ ആയിട്ട് സാർ നമുക്കൊക്കെ ട്രിക്കിലൂടെ പഠിപ്പിക്കുക. കാരണം നമുക്ക് മെക്കാനിസം ഓർഗാനിക് ലെങ്തി മെക്കാനിസം ആണല്ലോ, ചെറിയ മെക്കാനിസം ഒന്നും ആയിരിക്കൂല. അപ്പൊ നമുക്ക് ആ കുറച്ച് സമയത്തിനുള്ളിൽ ട്രിക്കിലൂടെ എങ്ങനെ ക്രാക്ക് ചെയ്യാന്ന് സാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഓർഗാനിക് നല്ല സ്മൂത്ത് ആയിട്ട് പോയിരുന്നു. ഫിസിക്കലി അത്ര ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഇടക്കിടക്ക് മിസ്റ്റേക്സ് ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും ഓർഗാനിക് മാത്രം അല്ലെങ്കിൽ ഫിസിക്കലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം ഈക്വൽ ആയിട്ട് പഠിക്കണം. കാരണം ഈ വട്ടം എക്സാം നടത്തിയ സമയത്ത് ഫിസിക്കലാണ് ടഫായത്. കാരണം ഫിസിക്കലി ഏകദേശം ലെങ്തി പ്രോബ്ലംസ് ആണ്. അപ്പൊ ലെങ്തി പ്രോബ്ലംസ് ആകുമ്പോൾ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അധികം ആൾക്കാരും ചില സമയത്ത് ലക്കിനാണ്, ബേസ്ഡ് ഓൺ യുവർ ലക്ക്. നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ ഫിസിക്കലും ഇൻഓർഗാനിക്കും മാത്രം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാല് ചിലപ്പം പണി പാളും. അതുകൊണ്ട് ഈക്വൽ ആയിട്ട് 3 ഈക്വൽ ആയിട്ട് പഠിക്കണം.
അപ്പം അതിൽ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ജാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങളൊരു ഹൈ റാങ്ക് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിനെ അവഗണിക്കരുത്. ഈ ഫിസിക്കൽ ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ഒക്കെ ഫ്രം NCERT നിങ്ങൾക്ക് ഏറ്റവും മദർ ഓഫ് കെമിസ്ട്രി ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഏറ്റവും ബേസിക് ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഒരുപാട് പ്രാവശ്യം +2 ബുക്സിനെ പറ്റി അത്താവ് എന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്കുകളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി പഠിക്കുക. ദെൻ നിങ്ങൾ ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്തിട്ട് ഫിസിക്കലും ഇനോർഗാനിക്കും ഓർഗാനിക്കും ഒരേപോലെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ സാറെ പറഞ്ഞ പോലെ ഓർഗാനിക്കിന് അതിന് അനുസരിച്ചുള്ള നിങ്ങളുടെ മെന്റേഴ്സ് അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് ഓർഗാനിക്കും, എല്ലാവരും ടഫാന്ന് പറയുന്ന ഓർഗാനിക് വരെ നമുക്ക് ഈസി ആയി മാറാം. അപ്പോൾ എക്സാമിന് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ ഇയാളെ സഹായിച്ചിട്ടുള്ളത് ഓർഗാനിക്കിന്റെ ക്ലാസ്സുകളാണെങ്കിലും ഓർഗാനിക്സ് ടോപ്പിക്കുകളാണെങ്കിലുമാണ്. അപ്പം ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ശരിക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് നമ്മൾ എല്ലാത്തിനെയും ഒരുപോലെ പഠിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ IIT-യിലേക്ക് പോവാൻ നിൽക്കുമ്പം ക്യൂരിയസ് ആണോ? ഇനി ഇനി ഒരു IITian ആണ്, ഒരുപാട് കാലം കണ്ട സ്വപ്നം നടക്കാൻ പോവാണ് IIT എന്നുള്ളത്. പോണമെന്നുണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ എങ്ങനത്തെ അവസ്ഥയെന്ന് അറിയില്ലല്ലോ നമുക്കിപ്പോ. ഞാൻ ഞാൻ എനിക്കിപ്പോ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതുകൊണ്ടും എനിക്ക് കുറച്ചൊക്കെ അതർ സ്റ്റേറ്റിലേക്ക് പോയോണ്ട് ഒരു ഇതുണ്ട്. പക്ഷെ ഇനിയിപ്പോ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്കാ പോണത്. അപ്പൊ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പൊ കുറച്ച് നെർവസ് ആണ്. നോക്കാം, അവിടെ പോകുമ്പോ അറിയാം. ഇയാള് പറഞ്ഞ പോലെ എക്സാമിന് അപ്രോച്ച് ചെയ്ത അതേ അപ്രോച്ചിൽ ലൈഫിനെ അപ്രോച്ച് ചെയ്യുക. നമ്മളുടെ പാർട്ട് ക്ലിയർ ആക്കി പോയാൽ ബാക്കി എല്ലാം ഓക്കെ ആവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇയാളുടെ PG ലൈഫും അങ്ങനെ തന്നെ ആവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ള IIT ലൈഫിൽ ഒരു IITian ആയിട്ട് ട്രിസിൽ ഒരു അലുമിനി ആയിട്ട് നമുക്ക് എന്നും പ്രൗഡായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് 612 റാങ്ക് നേടിയിട്ടുള്ള അത്താവുർ റഹ്മാൻ. അപ്പൊ ഇന്ന് ഇത്രയും ടൈം അത്താവുർ റഹ്മാന്റെ ജേണി നമുക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മളെ കൂടെ നിന്ന് അത്താവുർ റഹ്മാൻ ഞാൻ ഒരു നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.